ഇത്രയും ശത്രുവിന്റെ ഏറ്റവും അടുത്തെത്തിയിട്ടും അർജുന് വലിയ ആശങ്കയായി. കാരണം ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സൂര്യാസ്തമയത്തിന്. എന്നിട്ടും ജയദ്രഥനെ കാണാൻ കഴിഞ്ഞു. കാരണം കണ്ടു കഴിഞ്ഞാലല്ലേ അസ്ത്രം അയക്കാൻ പറ്റൂ. അത്രയ്ക്ക് അസ്ത്രങ്ങളെ കൊണ്ട് മൂടി എന്നുള്ളതാണ്. ഭഗവാൻ കൃഷ്ണൻ കൂട്ടുകാരന്റെ ഈ ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കി, ഈ വിഷമാവസ്ഥയെ മനസ്സിലാക്കി. ഭഗവാൻ കൃഷ്ണൻ ഭഗവാന്റെ വലത്തെ കൈ പൊക്കി. ഉടൻ തന്നെ ഭഗവാന്റെ വിരൽ തുമ്പിൽ നിന്നും സുദർശന ചക്രം വന്നു. ആ സുദർശന ചക്രത്തെ എറിഞ്ഞു. ആ ചക്രം കൊണ്ട് സൂര്യനെ മറച്ചു. അർജുൻ ആകെ പരിഭ്രാന്തനായി ചുറ്റും നോക്കി. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, അർജുന, ഇനിയും സമയമുണ്ട്. നീ ദക്ഷിണ ദിശയിലേക്ക് നോക്കൂ. അവിടെ ജയദ്രഥൻ നിൽക്കുന്നുണ്ട്. നിമിഷങ്ങൾക്കകം നിനക്ക് അവനെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കൂ, ഗാണ്ഡീവത്തിൽ കോർത്തു വയ്ക്കൂ, എന്നിട്ട് അവന്റെ തലയിറക്കൂ. ഉടൻ തന്നെ അർജുൻ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചു. എന്നിട്ട് ഞാണ് പിടിച്ച് ഇങ്ങനെ വലിച്ചു വെച്ചിരിക്കുകയാണ് അസ്ത്രം അയക്കാനായിട്ട്, ജയദ്രഥനെതിരെ ഉന്നം പിടിച്ചുകൊണ്ട്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ അപ്പോഴും പറയുകയാണ്, ജയദ്രഥൻ അവന്റെ അച്ഛനിൽ നിന്ന് ഒരു വരം കിട്ടിയിട്ടുണ്ട്. ആരാണോ ജയദ്രഥന്റെ തല ഭൂമിയിൽ വീഴ്ത്തുന്നത് അവന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് ഒരു വരം കൊടുത്തിട്ടുണ്ട്. വൃതക്ഷത്രൻ ഇപ്പോൾ കുറച്ചു ദൂരം അകലെ തന്നെ സമന്തപഞ്ചക കുളത്തിന്റെ അടുത്തായിട്ട് ധ്യാനനിമഗ്നായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ അസ്ത്രത്തിൽ മന്ത്രശക്തികളെ കൊണ്ട് ആവാഹിച്ച് അത് നേരെ ജയദ്രഥന്റെ അച്ഛനായ വൃതക്ഷത്രത്തിന്റെ മടിയിൽ തന്നെ കൊണ്ടുവിടണമെന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ സുദർശന ചക്രത്തെ പിൻവലിച്ചു. ഉടൻ തന്നെ വീണ്ടും അവിടെ എല്ലാം പ്രകാശം വ്യാപിച്ചു. സൂര്യനെ എല്ലാവർക്കും പടിഞ്ഞാറ് ദിശയിൽ കാണാൻ പറ്റുമായിരുന്നു. ഉടൻ തന്നെ നിമിഷങ്ങൾ അർജുൻ ചപ്പെന്ന് പറഞ്ഞിട്ട് അസ്ത്രം അയച്ചു. ഇടി വെട്ടുന്ന പോലെ ജയദ്രഥന്റെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു പോയി. ജയദ്രഥൻ അപ്പോൾ നിർഭയനായിട്ട് രഥത്തിൽ നിൽക്കുകയായിരുന്നു. അവ ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുക. പക്ഷെ പെട്ടെന്ന് സൂര്യൻ വന്നതുകൊണ്ട് അവ ആകെ സ്തംഭിച്ചു നിൽക്കുക. അവന് ചിന്തിക്കുന്നതിന് മുമ്പേ അവന്റെ തലയറുത്ത് ആ അസ്ത്രം ആകാശത്തൂടെ വായുവിലൂടെ ചീറിപ്പാഞ്ഞു പോയി. എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ച് അത് വളരെ കൃത്യമായിട്ട് ജയദ്രഥന്റെ അച്ഛന്റെ മടിയിൽ തന്നെ വീഴുകയാണ്. അങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു വസ്തു മടിയിൽ വന്ന് വീണപ്പോ വൃതക്ഷേത്രന് ഒന്നും മനസ്സിലായില്ല. ചാടി എഴുന്നേറ്റു. ഉടൻ തന്നെ ജയദ്രഥന്റെ തലഭൂമി വീണതോടുകൂടി വൃതക്ഷേത്രൻ ജയദ്രഥന്റെ അച്ഛന്റെ തലയും 100 കഷ്ണങ്ങളായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്.